അങ്ങനെ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ടുള്ള DCUവിലെ രണ്ടാമത്തെ പടമായിട്ടുള്ള സൂപ്പർ ഗേൾ റിലീസായി. നമ്മുടെ പ്രതീക്ഷകളൊന്നും തെറ്റിക്കാത്ത പോലെ തന്നെ അട്ര ഫ്ലോപ്പ് നെഗറ്റീവ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവായിട്ട് വരുന്നത്? അങ്ങനെ അതിന് മാത്രം എന്ത് അപരാധമാണ് ഇവർ ആ പടത്തിൽ എടുത്തു വെച്ചേക്കുന്നത്? ഇത് മാത്രമല്ല, വേറൊരു വൻ ഹൈപ്പിൽ വന്നൊരു സാധനമുണ്ട്, നമ്മുടെ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹീമാൻ്റെ പടം. അത് ഒരു ആറ്റം ബോംബ് പോലെ പൊട്ടിത്തെറിച്ചു. അതെന്തുകൊണ്ടാണ്? അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ സൂപ്പർ ഗേൾ. ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം? ആരെങ്കിലും ചോദിച്ചോ ഇങ്ങനെ ഒരു അപരാധത്തിന് വേണ്ടിയിട്ട്? ഫസ്റ്റ് നമുക്ക് ഈ പടത്തിൻ്റെ ജസ്റ്റ് ഒരു കോർ പ്ലോട്ട് എന്താണെന്ന് മാത്രം ഒന്ന് നോക്കിയേക്കാം. നമ്മുടെ സൂപ്പർമാൻ്റെ ഹോം പ്ലാനറ്റിലുള്ള ക്രിപ്റ്റോൺ നശിക്കുന്ന ആ ടൈമിൽ അതിനൊരു ചെറിയ പാർട്ട് മാത്രം തൂക്കിയിട്ട് വേറെ മാറ്റിയിട്ട് അങ്ങനെ മാറ്റിയിട്ടുള്ള ആ സിറ്റിയിൽ ഒരു വൈറസ് പടരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാരേനെയും അവളുടെ നായായിട്ടുള്ള ക്രിപ്റ്റോനെയും നമ്മുടെ ക്ലാർക്കിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്, അതായത് ഭൂമിയിലേക്ക്. അങ്ങനെ ജീവൻ രക്ഷിച്ചിട്ട് മര്യാദയ്ക്ക് ഒരു സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് അവിടെ ഇതൊന്നും കുടിച്ചൊക്കെ ജീവിക്കണം. ഇവളത് ചെയ്യില്ല. അങ്ങനെ നമ്മുടെ സൂപ്പർമാനൊക്കെ നീക്കാരുടെ എന്നെ നോക്കാമെന്നും പറഞ്ഞിട്ട് ഇവൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഉണ്ടാകുന്ന സ്ഥലവും റെഡ്സൻ്റെ ഇമ്പാക്റ്റ് ഉള്ള പ്ലാനറ്റ്സിലായിരിക്കും. അതായത് നമുക്കറിയാം ക്രിപ്റ്റോണിയൻസിൻ്റെ പവേഴ്സൊക്കെ വീക്കാക്കുന്നൊരു സംഭവമാണ് ഈ റെഡ്സൺ. അതായത് റെഡ്സൻ്റെ അടിയിൽ വരുമ്പോൾ ക്രിപ്റ്റോണിയൻസൊക്കെ വീക്കായിരിക്കും. അതായത് ക്രിപ്റ്റണൈറ്റും റെഡ്സണുമാണ് മെയിനായിട്ട് സൂപ്പർമാനെ പോലുള്ള ക്രിപ്റ്റോണിയൻസിൻ്റെ വീക്ക്നെസ് തന്നെ. അതായത് ആ റെഡ്സണിൻ്റെ കീഴിലാകുമ്പോൾ ഇവളുടെ പവേഴ്സൊക്കെ ഏറ്റവും അടിത്തട്ടിലായതുകൊണ്ട് തന്നെ ഇവക്ക് വെള്ളം അടിച്ചാലൊക്കെ കിറിങ്ങിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് അവൾ വന്നിരിക്കുന്നത് അങ്ങോട്ട്. മാത്രമല്ല ചേച്ചിക്ക് ഫുൾ ടൈം ഡിപ്രഷനാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ. അതായത് 23 വയസ്സേ ഉള്ളൂ, ഫുൾ ടൈം ഡിപ്രഷനിലാണ്. അങ്ങനെ അവളുടെ 23ാമത് പിറന്നാൾ ആഘോഷിക്കുന്ന ആ ടൈമിലായിരിക്കും ഒരു ചെറിയ കൊച്ചിനെ കാണുന്നത്. അവളാണെങ്കിൽ ഒരു റിവഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവളുടെ ആ റിവഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ഗേളിൻ്റെ ഹെൽപ്പ് വേണം. പക്ഷേ ആ ചെറിയ പെണ്ണ് സൂപ്പർ ഗേളുടെ അടുത്ത് ഹെൽപ്പിന് വന്നുകൊണ്ട് തന്നെ അവളുടെ ആ വില്ലൻ ഇവളുടെ, അതായത് നമ്മുടെ സൂപ്പർ ഗേളുടെ എതിരായിട്ട് വന്നിട്ട് നമ്മുടെ ക്രിപ്റ്റോനെ ഒരു ഇഞ്ചക്ഷൻ പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ അത് കാരണം മൂന്ന് ദിവസത്തിനുള്ളങ്ങാണ്ട് നമ്മുടെ ക്രിപ്റ്റോ ചത്തുപോകും. എന്തിനാണ് ആ പരട്ടപ്പട്ടീനൊക്കെ 3 ദിവസത്തേക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റേക്കണത്? അടിച്ച് കൊല്ലുന്ന ആ സ്പോട്ടിൽ തന്നെ ചാവുന്ന പോലെ വല്ലതും നമുക്ക് വീഡിയോ കണ്ടായിരുന്നു. അങ്ങനെ ചത്ത് പോട്ടാപ്പണ്ടാരോ. അങ്ങനെ ഇപ്പോൾ ഇവള് നമ്മുടെ ആ ക്രിപ്റ്റോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിഡോട്ടും തേടണം, ഈ പെണ്ണിനെ റിവഞ്ച് എടുക്കാൻ വേണ്ടി സഹായിക്കും വേണം. അതാണ് മെയിൻ സംഭവം. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഗ്രീൻ സൺ കാരണം പവർ പോവും, യെല്ലോ സൺ കാരണം പവർ വരും, എന്തൊക്കെയൊക്കെയോ ഗ്രീൻ യെല്ലോ പച്ച മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ഞ ബൾബുകൾ പോലെ ഓരോന്നൊക്കെ സണ്ണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഇവൾ കൊല്ലില്ലെന്ന് പറയും, എന്നിട്ട് അവസാനം ഇവൾ തന്നെ കൊല്ലുകയും ചെയ്യും. എന്നിട്ട് അവസാനം വീണ്ടും നമ്മുടെ പ്ലാനറ്റ് എർത്തിൽ തന്നെ പോയിട്ട് നമ്മുടെ ക്ലാർക്ക്, അതായത് സൂപ്പർമാൻ്റെ കീഴിൽ തന്നെ വീണ്ടും വരും. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജേസൺ മോമോ ആയിട്ട് ലോബോ വരുന്നുണ്ട്. ആകെ ഇതിൽ പറയാൻ വേണ്ടി കൊള്ളാവുന്നത് ആ ലോബോ എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രമാണ്. അതായത് പുള്ളി ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ജനിച്ചിട്ടുള്ള ഒരാളാണെന്ന് ഇതിന് മുമ്പ് നമ്മുടെ ജെയിംസ് ഗണ്ണും പല ഡയറക്ടേഴ്സും തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് ഇതിൽ മനസ്സിലാവും. കാരണം ആ ഒരു സംഭവം മാത്രമേ ഇതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു എൻജോയബിൾ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്തോ. മെയിനായിട്ട് ഈ സൂപ്പർ ഗേൾ പടം തന്നെ വുമൺ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് അതിൽ കാണിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും കാണിച്ചിരിക്കുന്നത്. പക്ഷേ ചില പരിപാടികളുണ്ട്, അതായത് കോമിക്കിൽ നിന്ന് അതേപോലെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എൻജോയബിൾ ആയിരിക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ കോമിക്ക് വെച്ചാൽ പോരെ, പടം കാണേണ്ട കാര്യമില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ആ കോമിക്കിലുള്ള ആ കാര്യങ്ങൾ തന്നെ എടുത്തു വെച്ചാൽ മതി സാധനം നല്ല രീതിക്ക് ഓടാൻ വേണ്ടിയിട്ട്. അതിലുള്ള ഏറ്റവും എക്സാമ്പിൾസാണ് നമ്മുടെ ഈ അനിമെ മാങ്ക പോലത്തെ സാധനങ്ങൾ. കാരണം മാങ്കയിൽ എന്ത് പണ്ടാരാണുള്ളത് അത് അതേപോലെയാണ് ഡയറക്റ്റായിട്ട് ഇവന്മാരെ അനിമേറ്റ് ചെയ്തിട്ട് അനിമേഷൻ ആക്കുന്നത്. സോ അത് എൻജോയബിളാണ്, അത് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കോമിക്ക് അതേപോലെ തന്നെ, കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള എൻജോയബിൾ ആയിട്ടുള്ള ആ കോമിക്ക് അതേപോലെ തന്നെ എടുത്തു വെച്ചാൽ മതി, പടം നല്ല രീതിക്ക് ഓടിക്കോളൂ. പക്ഷേ ഇത് അതിൻ്റെ ഇടയിൽ കുറേ കുത്തി മറിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവർ. അതായത് ആ സൂപ്പർ ഗേൾ എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഭയങ്കര ഡിപ്രഷനിൽ നിന്നൊക്കെ അവൾ അത് ഓവർകം ചെയ്ത് വരുന്ന പോലെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും തോന്നിയിട്ടില്ല. ഫുൾ ടൈം വെള്ളം അടിച്ച് കിറങ്ങി നടക്കുന്ന ഒരു പെണ്ണ് എന്തൊക്കെയോ ചെയ്യുന്നു, എവിടേക്കോ പോകുന്നു, ഏതൊക്കെയോ സണ്ണിൻ്റെ അടുത്ത് പോകുന്നു, എന്തൊക്കെയോ ആവുന്നു. അതായത് നമുക്ക് തോന്നത്തുള്ളൂ. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ഥിരം സംഭവമുണ്ട്, ഒരു ടിപ്പിക്കൽ സൂപ്പർ ഹീറോ സംഭവം. അത് തന്നെ, അതായത് ഒരു വെറൈറ്റി ആയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഈ സൂപ്പർ ഹീറോ സംഭവങ്ങളിൽ എന്തെല്ലാം വെറൈറ്റി ആയിട്ടുള്ളതെന്ന്. മെയിനായിട്ടൊരു സൂപ്പർ ഹീറോ പടത്തിൽ എന്താണ് വേണ്ടത്? നല്ലൊരു വില്ലൻ. ആ വില്ലൻ സ്ട്രോങ് ആണെങ്കിലേ ആ ഒരു ഹീറോയ്ക്ക് അതിനുള്ളൊരു ബിൽഡപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. ഇതിലുള്ള വില്ലനൊക്കെ തൂക്കിയെടുത്ത് നമുക്ക് തന്നെ ചിലപ്പോൾ എടുത്ത് ചുമര പൊട്ടിക്കാൻ തോന്നും. അതായത് അതൊരു വില്ലനാണെന്നേ നമുക്ക് തോന്നത്തില്ല. അതായത് പെട്ടെന്ന് ഫാസ്റ്റ് പേസായിട്ട് എന്തൊക്കെയോ നടന്നു പോകുന്നു. അതായത് സ്ക്രിപ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇതിനു മുമ്പ് നമ്മുടെ ജെയിംസ് ഗണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇനി മുതൽ അവർ DC-യിൽ ഇറക്കാൻ വേണ്ടി പോകുന്ന പടങ്ങൾ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി, അതായത് മോർ ക്വാണ്ടിറ്റിയേക്കാളും അവർ ക്വാളിറ്റിയിലാണ് മോർ ഫോക്കസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് പടത്തിൻ്റെ സ്ക്രിപ്റ്റും VFX എല്ലാം പക്കയായിട്ടുള്ള ഒരു പക്ക പാക്കഡ് സാധനം അവർ ഇറക്കുമെന്നാണ് നമ്മുടെ ജെയിംസ് ഗണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൂപ്പർമാൻ്റെ കാര്യത്തിൽ അത് ഒരു പരിധി വരെ, അതിലേക്ക് ഞാൻ വരാം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നാലും അത് അത്യാവശ്യം തട്ടിമുട്ടി അങ്ങ് ഓടിപ്പോയി. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ എന്തെന്ന് തേങ്ങയാണുള്ളത്? സത്യം പറയുകയാണെങ്കിൽ ഈ സൂപ്പർ ഗേൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. കാരണം എന്താ മാത്രമേ ഇവർക്ക് അടുത്തടുത്ത ആ പടങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം സൂപ്പർമാൻ ഒരു കമ്പനി കൊടുക്കണമല്ലോ.
സൂപ്പർമാൻ മാത്രമല്ല ഇപ്പോൾ ഉള്ളൂ ആ പവർഫുൾ ഹീറോ ആയിട്ട്. അങ്ങനെ സൂപ്പർ ഗേളിനെയും കൂടി ചേർത്തിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയാണ് അടുത്ത സൂപ്പർമാൻ 2 ആയിട്ടുള്ള മാൻ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞുള്ള പടത്തിൽ ഇവർ രണ്ടുപേരും കൂടി അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുള്ളൊരു ചെറിയ ഹിൻ്റൊക്കെ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിലും ഇതിനെ കാണേണ്ടി വരുമല്ലോ. ഐ മീൻ ക്യാരക്ടർ വൈസ് ആ ഒരു ക്യാരക്ടർ ഓക്കെയാണ്. ഐ മീൻ ആ ആക്ട്രസ് എത്രത്തോളം അവളെ കൊണ്ട് പറ്റാവോ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷേ പടം പോരാ. ആക്ച്വലി ഞാൻ ഒരു DC ഫാനാണ്. അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ DP തൊട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കോമിക് സീരീസ് വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ ക്ലിക്കായിട്ടുള്ളത് തന്നെ DC കോമിക്സ് ആണ്. അതായത് ആ DC കോമിക്സ് ഞാൻ ചെയ്യുമ്പോൾ തന്നെ അത് ഞാൻ എത്ര ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെന്ന് അത് കാണുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം നമ്മുടെ ഇൻജസ്റ്റിസും ഡിസീസ്ഡൊക്കെ അത്രയും കിടലായിട്ടുള്ള കോമിക്സാണ്. അതുകൊണ്ട് തന്നെ DC-യുടെ ഒരു വലിയ ഫാനായിട്ടുള്ള ആളാണ് ഞാൻ, പ്രത്യേകിച്ച് സൂപ്പർമാൻ്റെ. ഞാൻ പോലും ഈ പടം ഫസ്റ്റ് ഷോ പോയി കണ്ടിട്ടില്ല. അതിന് ശേഷമാണ് ഐ മീൻ ഇന്നലെ കണ്ടാൽ ഞാൻ പോയി പടം കണ്ടിട്ടുള്ളൂ. ഐ മീൻ ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതിൻ്റെ തലേ ദിവസം, അതായത് സൺഡേ ആയിരിക്കും അപ്ലോഡ് ആവുന്നത്, സാറ്റർഡേ ആണ് ഞാൻ പോയി പടം കാണുന്നത്. നമുക്കിവിടെ പടം റിലീസാവുന്നതിന് ഒരു ദിവസം മുമ്പേ തന്നെ അമേരിക്ക അങ്ങനത്തെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പടം റിലീസാവും. അപ്പോഴേ ഇതിൻ്റെ റിവ്യൂസൊക്കെ കാണുന്നുണ്ട്, പടം പടുമൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അവന്മാർക്കായിരിക്കും, നമുക്കത് ദഹിക്കുന്നൊക്കെ വിചാരിച്ചിട്ട്. നമുക്കും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇനി പടം ബോക്സ് ഓഫീസിൽ എന്തുണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ബഡ്ജറ്റ് ചിലപ്പോൾ തിരിച്ചു പിടിക്കുമായിരിക്കും. പക്ഷേ ബ്രേക്ക് ഈവണൊന്നും ക്രോസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ഒരു ബാഡ് റിവ്യൂ വെച്ചിട്ട് നോക്കാം എന്താവുമെന്ന്. കാരണം ക്രിട്ടിക്കലി പടം എന്തായാലും ഫ്ലോപ്പായി കഴിഞ്ഞു. ഇനി എന്തായാലും കുറച്ച് തള്ളി അങ്ങ് പോവുമായിരിക്കും. ഇനിയാണ് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകേണ്ടത്, മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്, അതായത് നമ്മുടെ ഹീമൻ. ആക്ച്വലി ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ട് ഒരുപാട് പേരൊന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. അതായത് ഞാനും ഒരുപാട് കഴിഞ്ഞിട്ടാണ് പടം പോയി കണ്ടത്. ആക്ച്വലി ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ 170 മില്യൺ തൊട്ടിട്ട് 200 മില്യൻ്റെ അടുത്തെങ്ങാണ്ടാണ്. അതായത് പ്രൊമോഷനൊന്നും ചേർക്കാതെ പടത്തിൻ്റെ കോസ്റ്റ് മാത്രം അത്രയാണ്. പക്ഷേ എന്നിട്ടും പടം ബോക്സ് ഓഫീസ്, അതായത് മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് വെറും 100 മില്യൻ്റെ അടുത്ത് മാത്രമാണ്. അതായത് പടത്തിൻ്റെ ബഡ്ജറ്റ് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല. പിന്നെയാണോ ബ്രേക്ക് ഇവൻ. അതായത് ബോക്സ് ഓഫീസ് തരത്തിൽ പടം ഒരു ആറ്റം ബോംബായി. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് പടം മോശമാണോ? അതുമല്ല. കാരണം കണ്ടവരൊക്കെ പടം നല്ലതാണെന്നുള്ള രീതിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം എനിക്കും പടം ഇഷ്ടപ്പെട്ടു. ഐ മീൻ മോശമൊന്നുമില്ല, നല്ല രീതിക്കുള്ളൊരു പടമായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ എന്നാലും ആ പടത്തിന് എന്താണ് പറ്റിയത്? അതിന് മെയിൻ പ്രശ്നമാണ് ഈ കാലം തെറ്റി ഇറങ്ങിയ പടം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പടമായി പോയി. കാരണം മെയിനായിട്ട് ഈ ഹീമാൻ ഫാൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഹീമാൻ എന്ന് പറയുന്നത് തന്നെ ഒരു 1980s ആ കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണ്. ആ ഒരു സംഭവത്തിലാണ് ഫസ്റ്റ് ടോയ്സ് ആയിട്ട് ഇറങ്ങി, പിന്നെ കാർട്ടൂൺസ് ആയിട്ട് വന്നത്, പിന്നെയാണ് അങ്ങ് ഡെവലപ്പായി വന്നത്. അതിനുശേഷം പിന്നെ ഈ ഹീമാനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാർട്ടൂൺസൊക്കെ തന്നെയായിരിക്കും നമ്മളിപ്പോഴും ഗ്രേസ്കേൽ കോട്ടയുടെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു 10, 21, 22, 23 വയസ്സുള്ള ഒരാൾക്കൊന്നും ചിലപ്പോൾ ആ ഹീമാനെക്കുറിച്ചിട്ടുള്ള വലിയ അറിവൊന്നും ഉണ്ടാകത്തില്ല. കാരണം അവരത്രയ്ക്കും അങ്ങനെയുള്ള ആ പടങ്ങളൊന്നും ഐ മീൻ ആ കാർട്ടൂൺസൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു 30, 32 വയസ്സുള്ള ആ ഒരു ടീംസ് ആയിരിക്കും ആ ഒരു ടൈമിൽ ആ കാർട്ടൂൺസൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. കാരണം അങ്ങനെയുള്ള ആ ഓഡിയൻസിലേക്കുള്ള ഒരു നൊസ്റ്റാൾജിയ സംഭവമാണ് ഈ ഹീമാൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് ഈ പടം എത്തിയതുമില്ല. കാരണം അങ്ങനെയുള്ളൊരു പ്രൊമോഷൻ വർക്കും ആ ഒരു വൗ ഫാക്ടറൊന്നും ഇതിൻ്റെ ട്രെയിലറിൽ ഉണ്ടായതുമില്ല. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി അത്രയൊക്കെ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ. ഐ മീൻ ഇത് കണ്ടേ പറ്റൂ, ഈ പടത്തിന് എന്തായാലും പോയി കാണുന്നുള്ളൊരു പിടിച്ചിരുത്താൻ പറ്റുന്നൊരു സാധനവും ഇല്ലായിരുന്നു. ഇപ്പോൾ സൂപ്പർ ഗേൾ എന്തായാലും പൊട്ടി. പക്ഷെ എന്നാലും ആ സൂപ്പർ ഗേൾ പൊട്ടിയെങ്കിലും ആ ട്രെയിലർ കാണുമ്പോൾ അതിൽ ലോബോ വരുന്നുണ്ടായിരുന്നു. ആ ലോബോയുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ പോയി നോക്കും. അതാണ് സംഭവം. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇതിലില്ല. ഇതിൻ്റെ മെയിൻ പ്രശ്നം തന്നെ ആ ബാർബിയാണ്. കാരണം ബാർബിയും ഫസ്റ്റ് ഡോളായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എന്നാലും അത്യാവശ്യം വേൾഡ് വൈഡ് ആയിട്ട് ബാർബിക്ക് ഒരു വലിയ ഫാൻസ് തന്നെ ഉണ്ട്. കാരണം ഇപ്പോഴും നമ്മൾ ബാർബി എന്ന് പറയുമ്പോൾ ഒരു ഡോളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഹീമാനും ഫസ്റ്റ് ടോയ് ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ ബാർബി സക്സസ് ആയ പോലെ ഐ മീൻ ആ ബാർബിയുടെ പടവും $1 ബില്യൺ അടിച്ച പോലെ ഹീമാനും സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇറക്കിയത്. പക്ഷെ പടം പൊട്ടി. ഇനി പണ്ട് നമ്മൾ ഈ കുഞ്ഞിരാമായണ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ സൽസ്യശാപം എന്നൊക്കെ പറയുന്ന പോലെ ഈ ജാരറ്റ് ലിറ്റോ ശാപം എങ്ങനെയാണോ? കാരണം ഈ ഹീമാൻ്റെ പടത്തിൽ മെയിൻ വില്ലനായിട്ടുള്ള സ്കെലറ്ററായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ ജാരറ്റ് ലിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടറാണ്. പുള്ളി ഏതൊക്കെ പടത്തിലും ഐ മീൻ മുഖം കാണിച്ചിട്ടുണ്ടോ അത് പടമൊക്കെ പട്ട് ഫ്ലോപ്പായിട്ടുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ മോർബിയസ്, പിന്നെ ട്രോൺ ഏരീസ് എന്ന് പറഞ്ഞിട്ട് കാണും ഒരു പടം ഉണ്ടായിരുന്നു. അത് ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് ഇറങ്ങേണ്ട പടമായിരുന്നു. ആ ഫസ്റ്റ് പടം തന്നെ ഒരു അട്ടർ ഫ്ലോപ്പായത് കാരണം ആ ഫ്രാഞ്ചൈസി തന്നെ അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല, പടം അത്യാവശ്യം അതിൻ്റെ ഓഡിയൻസിലേക്ക് എത്താത്തതുകൊണ്ടായിരിക്കും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് പടം മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള സൂപ്പർ ഗേൾ വെച്ച് നോക്കുമ്പോൾ ഈ പടം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ക്രിട്ടിക്കലി ഈ പടം സക്സസ് ആണ്. പക്ഷേ കളക്ഷൻ വൈസ് ബോക്സ് ഓഫീസ് രീതിക്ക് നോക്കുമ്പോൾ പടം പൊട്ടിയെന്നല്ല, തകർന്നു പോയി.
അതായത് 10-200 മില്യൺ മുടക്കിയിട്ട് ഒരു പടം എടുക്കാന്ന് പറയുമ്പോൾ പടത്തിൻ്റെ കോസ്റ്റ് മാത്രമാണ്. അതിൻ്റെ പ്രൊമോഷൻ വർക്കിനൊക്കെ വേണ്ടിയിട്ട് വേറെയും കുറച്ച് ചിലവായിട്ടുണ്ടാവും. അതായത് പടത്തിൻ്റെ ബ്രേക്ക് ഈവൻ തന്നെ മിനിമം ഒരു 300 to 400 മില്യൺ ആണ്. അതായത് മിനിമം ഒരു 400 മില്യണെങ്കിലും കളക്ട് ചെയ്താലേ പടം നഷ്ടമില്ലാതാവത്തുള്ളൂ. അതായത് പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും പടം എടുത്ത കാശെങ്കിലും തിരിച്ചു കിട്ടത്തുള്ളൂ. പക്ഷേ അതുപോലെ ആയിട്ടുള്ള പടം 100 മില്യനെ കളക്ട് ചെയ്തിട്ടുള്ളൂ. എങ്ങനെ നോക്കിയാലും പടം ഫ്ലോപ്പാണ്. സോ ഈ രണ്ട് പടങ്ങളെക്കുറിച്ചും ഞാൻ ഇറങ്ങിയ ആ ടൈമിൽ എന്തുകൊണ്ട് റിവ്യൂ ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എപ്പോഴെങ്കിലൊക്കെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം അത്രയും നല്ല പടങ്ങളാണല്ലോ ഇറങ്ങി. ഹീമാൻ അല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു സാധനം, അതിനെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ഈ രണ്ട് പടങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.